അത്യപൂർവം ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ചെയ്തിരുന്നു. എങ്കിൽ പോലും വ്യത്യസ്തമായി ആ ഇനത്തിന്റെ തന്നെ 80 തരം വെറൈറ്റികൾ കൃഷി ചെയ്യുന്ന റഹ്മാനിക്കയുടെ വീട്ടിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇതിപ്പോ എത്ര വെറൈറ്റികളുണ്ട്? ഇത് അറൗണ്ട് 80ഓളം വെറൈറ്റികൾ ഇപ്പൊ എന്റെ തോട്ടത്തിലുണ്ട്. അതിൽ പ്രത്യേകതകൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇതില് 20 ക്രോസ് പോളിനേഷൻ ആണ്. ക്രോസ് പോളിനേഷൻ മീൻസ് വേറെ പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ അതിനെ സ്റ്റമിന് ഇട്ട് കൊടുക്കണം. പിന്നെ വേറൊന്നുണ്ട് കുറച്ചായിട്ട് കൊണ്ട് ബൈ ഹാൻഡ്. പിന്നെ തേർഡ് വൺ സെൽഫ് പോളിനേഷൻ. ഇങ്ങനെ 3 ടൈപ്പിലാണ് ഇതുള്ളത്. അതിൽ ഈ വെറൈറ്റി ഇതൊക്കെ ഈ ക്രോസ് പോളിനേഷൻ ഒക്കെ ലോങ് പ്രോസസ്സാണ്. നേരത്തെ വേഗമൊന്നും ആവില്ല. മറ്റേ സാധാരണയുള്ള ചോപ്പ് റെഡൊക്കെ റെഗുലർ ആയിട്ടുള്ള റോയൽ, മെക്സിക്കൻ, മലേഷ്യൻ, എന്താ പറയുക, ഇതൊക്കെ നമ്മൾക്ക് 30ാമത്തെ ദിവസം പഴം പറിക്കാം. മറ്റേത് മഞ്ഞയൊക്കെ എല്ലാം ഉണ്ട്. എക്വഡോർ പലോറ ഉണ്ട്. അതൊക്കെ 90 ഡേയ്സ് വേണം. അത് മുട്ട് പൂവായി വിരിഞ്ഞ് നിന്നിട്ട് 90 ദിവസം കഴിഞ്ഞാൽ നമുക്കത് പഴമാവുള്ളൂ. ഇനി പഴമായാലും പ്രത്യേകത ഉണ്ട്. അത് കുറേ ഒരു 10, 25, 25-30 ഡേയ്സോളം അതിൽ തന്നെ നിൽക്കും. അത് സ്റ്റമ്പിലൊന്നും കേടുവിടാതെ. മറ്റേ പഴങ്ങൾ അതിൻ്റെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതകളുണ്ട്. 31, 32 ആകുമ്പോഴേക്കും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉറുമ്പെന്തെങ്കിലും ജീവികൾ കയറാൻ സാധിക്കും. ഇതിൽ അതൊന്നുമില്ല, അങ്ങനെ പൊട്ടൊന്നുമില്ല, കുറേ ലോങ്ങാണ്. പക്ഷെ അതുപോലെ മറ്റേ കായ പോലെ ഇത് കൂടുതൽ പഴങ്ങൾ ഉണ്ടാവുന്ന ടൈപ്പ് അല്ല ഇത് വെറൈറ്റീസ്. അത് 3, 4 കുറച്ചേ ഉണ്ടാവുള്ളൂ. മറ്റേ ഉണ്ടാകുന്ന പോലെ കൂടുതൽ കായകൾ ഇതിൽ ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഒരു പാഷനായ എന്താ പറയുക, ഒരു രസത്തിന് വയ്ക്കുന്നതേ ഉള്ളൂ. അതാണ്. ഇതിപ്പോ 80 വെറൈറ്റികൾ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ കളർ എത്ര തരം കളർ ഉണ്ട്? കളർ അറൗണ്ട് 10ഓളം ഉണ്ട്. കളർ ഉണ്ട്. അതിൽ കൂടുതലും ഈ ചോപ്പാണ്. ചോപ്പ് അകത്തും ആവും പുറം ചോപ്പായിട്ടുള്ളതുണ്ട്. അതുപോലെ ആ പുറം ചോപ്പ് ഉണ്ട്, പിങ്ക് ഉണ്ട്, റോസ് ഉണ്ട്. അതിൽ ചോപ്പ് അകം റെഡ് ഉള്ളതുണ്ട്, വൈറ്റ് ഉള്ളതുണ്ട്. ആ വൈറ്റ് തന്നെ വ്യത്യസ്തമായ വൈറ്റാണ്. ഇപ്പോൾ പ്യൂർ അസുന്ത വൈറ്റ് അല്ല, പ്യൂർ വൈറ്റ് അല്ല. വൈറ്റ് ഷെയ്ഡ് മാത്രമേ അതിനുള്ളൂ. അസുന്തയ്ക്ക് വൈറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അസുന്ത 2, 3, 4 എന്ന് പറയുന്ന വെറൈറ്റി വ്യത്യസ്തമായതാണ്. അതിൽ 5ഉം 4ഉം ഒക്കെ റെഡാണ്. മറ്റേ 2ഉം 3ഉം ഒക്കെ വൈറ്റ് അല്ല. അതിന്റെ ഫ്ലഷ് വരുന്നത് ഒരു ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത്. മറ്റുള്ള കളറുകൾ റോസ് റെഡ് ഉണ്ട്. അതിൽ തന്നെ റോസ് പിങ്ക് ഉണ്ട്. പിന്നെ ഡീപ്പ് റെഡ് ഉണ്ട്. അതിന്റെ പേരെന്നെ, പഴത്തിന്റെ പേരെന്നെ ഡീപ്പ് റെഡ് തന്നെയാണ്. അതിന്റെ പഴത്തിന്റെ പേരിലുള്ള ഡീപ്പ് റെഡാണ്. ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് ഭയങ്കര, അത് മുറിക്കുമ്പോൾ തന്നെ അത് എന്താ പറയുക, ഒരു വല്ലാതെ ഡീപ്പ് റെഡ് തന്നെ. എൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ മധുരം എല്ലാം സ്വീറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ മധുരമില്ലാതെ ഒന്നുമില്ല. എല്ലാവരും പറയും വൈറ്റിന് മധുരമില്ല. ആ വൈറ്റ് മധുരം ഇവിടെ എൻ്റെ തോട്ടത്തിലില്ല. മധുരമുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് വൈറ്റും. അതിന് മധുരം കിട്ടും. നിങ്ങൾ വാങ്ങിച്ച വൈറ്റ് ആയാലും റെഡ് ആയാലും അതിന് മധുരം കിട്ടും. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് അവർ ലോ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ നാടൻ ജൈവവളമൊന്നും ആയിരിക്കുന്നില്ല ഉപയോഗിക്കുന്നത്. അവർക്ക് പഴുക്കുന്നേക്കാളുമ്പോൾ അവർ പറിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2-3 കാരണം കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ വെള്ളം എൻ്റെ തോട്ടത്തിൽ ആ വള്ളിയില്ല. എൻ്റെ തോട്ടത്തിൽ സ്വീറ്റ് വൈറ്റ് ആണ്, സഫയർ വൈറ്റ്, അതുപോലെ ഗെയിൻഡ് ഗോൾഡ്. അതൊരു വ്യത്യസ്തമായതാണ്. ഇവിടെ തന്നെ ഉണ്ട് ഗെയിൻഡ് ഗോൾഡ്. സാർ അതിൻ്റെ ഗെയിൻഡ് ഗോൾഡ് മീൻസ് ചുവപ്പും അല്ല മഞ്ഞയും അല്ല, ഒരു ഗോൾഡ് കളറാണ്. നല്ല രസമൊക്കെ കാണാം, കുറച്ച് റൗണ്ട് ഷേപ്പായിട്ട്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പലോറ, റോയൽ പലോറ, അത് നല്ല റൗണ്ടാണ്. അത് ഭയങ്കര സ്വീറ്റാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വീറ്റ് ഉള്ളത് എക്വഡോർ പലോറയാണ്. അത് മഞ്ഞയാണ്. അത് ഒന്ന് വേഗം, അത് കുറേ ലോങ് പ്രോസസ്, പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ കായ തന്നെ 90 ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ട് അതിനെ പറിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊക്കെ 30 ഡേയ്സ്. പിന്നെ ഒരു വെറൈറ്റി ബ്ലാക്ക് ഉണ്ടെന്ന് കേട്ടു. ബ്ലാക്ക് ആഫ്രിക്ക. ഇവിടെ സാധനം ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ആഫ്രിക്ക സ്ലേറ്റ്, അതിന്റെ അകം ഡാർക്ക് കളറാണ്. പുറത്തും ഡാർക്ക് തന്നെയാണ്. പുറത്തൊരു ബ്ലാക്ക് അല്ല, അതിനോട് സാമ്യമുള്ള ഒരു കളറ്, സ്ലേറ്റ് കളർ അങ്ങനെയുള്ള ഒരു കളറാണ്. ഇതിപ്പോ 80 വെറൈറ്റികളിൽ ഇപ്പോ എത്ര
പിടിച്ചിട്ടുണ്ട് അറൗണ്ട് ഒരു 50-50ഓളം പിടിച്ചിട്ടുണ്ട്. ഒരു 50% പിടിച്ച് കായ പിടിച്ചായിരുന്നു. എല്ലാം പിടിച്ചിട്ടുണ്ടല്ലേ? ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിനൊക്കെ പിന്നെ ഗുണങ്ങളുണ്ടോ? എല്ലാത്തിനും വിറ്റാമിൻ ബോംബ് എന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ വിറ്റാമിൻ ബോംബ് എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് അഡ്വൈസ് എന്നാണ്. എല്ലാത്തിനും നല്ല എന്താ പറയാ, ക്യാൻസർ രോഗിക്ക് പോലും. ഈ നിറങ്ങളിൽ അതുണ്ടോ? നിറങ്ങളിലെ വ്യത്യാസം ഇല്ല. അത് നിറങ്ങളില്ല, നിറങ്ങളിൽ അത്രേ ഉള്ളൂ. അതുപോലെ ടേസ്റ്റ് കുറേ ടേസ്റ്റ് ഒന്നും ഇല്ല. ഒരു 20-25 ഒക്കെ തന്നെ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ എന്താണ്, അത് മധുരം ഏറെയും കുറഞ്ഞിരിക്കും. അതുപോലെ ചിലത് സ്വീറ്റ് ആൻഡ് സോർ ആയിരിക്കും. സ്വീറ്റ് കൂടുതലായിരിക്കും, സോർ കുറവായിരിക്കും. ചിലതിൽ സോർ കൂടുതൽ സ്വീറ്റ് ഇതിങ്ങനെ തിരിച്ചും വരുന്നുണ്ട്. ഇങ്ങനൊരു സജ്ജീകരണത്തിന്റെ അതെങ്ങനെയായിരുന്നു ഐഡിയ? സജ്ജീകരണ ഐഡിയ എന്നാണ്, ഒന്ന് ടയർ വെച്ചതിന്റെ മീനിങ്സ്. ടയർ വെച്ചിട്ട് നമ്മൾ ഇതിനെ വളർത്തി കഴിഞ്ഞാൽ 4 ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ട് വരും. പിന്നെ ട്രയൽ ഈ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗത്തേക്ക് സ്പ്രെഡ് ആയിട്ട് വരുള്ളൂ. അത് പിന്നെ ആരെങ്കിലും അവരെ വിസിറ്റേഴ്സിന് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 4 ഭാഗത്തേക്ക് അതൊക്കെ വെച്ചിട്ടുള്ളത്. അത് അതുപോലെ തന്നെ വളരുന്നു, 4 ഭാഗത്തേക്ക് സ്പ്രെഡ് ആയി പോകുന്നുണ്ട്. ഇത് 2 ഭാഗത്തേക്ക് മാത്രം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഹാങ്ങിങ് ആണെങ്കിലാണ് ഹാങ് ആവണം, ബ്രാഞ്ച് വന്ന് ടാങ്ക് ആവണം. അതുകൊണ്ടാണ് ഈ ടയർ വെച്ചിട്ട് സൈഡിലേക്ക് എടുക്കുന്നത്. കൂടുതൽ ബ്രാഞ്ച് വരും, കൂടുതൽ ഫ്ലവർ വരണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇതിനൊക്കെ ഈ കയറിതാക്കിയതിന്റെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും, കാറ്റിനൊക്കെ വീഴും. ഇതിപ്പോ എല്ലാം പിടിച്ച് കയറി. ഇനി ഇതിന്റെ സപ്പോർട്ടിന്റെ ആവശ്യം ഇനിയില്ല. കാരണം ഇതിപ്പോ ഇവിടെ ഹാൻഡിൽ ചെയ്ത് ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞോടുകൂടി ഇതിന്റെ ആവശ്യം ഇല്ല. പക്ഷെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനും പറ്റൂല. ഇത് കയറണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്യണം. കയറോ എന്തെങ്കിലും ആയിട്ട് ഇത് കെട്ടിക്കൊടുക്കണം. ഇത് എല്ലാം പോണ്ടോ, ഇത് പിടിച്ചിട്ടേ ഉള്ളത്, എല്ലാം ഒന്നും മൂവ് ആകുന്നില്ല, എല്ലാം ഹാൻഡിലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ചെടിയുടെ കാലാവധി എത്ര വർഷം ഉണ്ടാവും? 10 വർഷത്തോളം നമുക്ക് പഴം എടുക്കാതെ പറയുന്നത്. യൂട്യൂബിൽ കണ്ടാണ് 15-20 years ആണ് ഇതിന് കാലാവധി പറയുന്നത്. ഇതിപ്പോ എത്ര വർഷമായി? ഇത് 3rd years. ഇത് മൂന്നാമത്തെ വർഷമായി തുടങ്ങിയിട്ട്. നമ്മൾ ഇതിന്റെ ഈ ചെടി തൈ എവിടുന്ന കളക്ട് ചെയ്യുന്നതും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇത് നമ്മൾ ആദ്യം ഇവിടത്തേക്ക് കളക്ട് ചെയ്തില്ലേ? അത് ഞാൻ കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, 5 സ്ഥലത്ത് നിന്ന് ഞാൻ കുറേശ്ശെ പലയിടത്തുനിന്ന് പല വെറൈറ്റി കളക്ട് ചെയ്തിട്ട് ഞാൻ ശേഖരിച്ചിട്ട് വെച്ചു. അത്ര ഏകദേശം താഴെ തട്ടുന്ന തുടങ്ങി എത്ര വരെ റേറ്റിനുള്ളതുണ്ട് ഇപ്പൊ? 100 rupees up to 1000. വിൽപ്പന അല്ല, വാങ്ങിയത് 200 മുതൽ 3500 വരെ പ്ലാന്റ് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അല്ലേ? അതിപ്പോ ഞാൻ ചെയ്യുന്നത് ചെറിയ തോതിൽ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ കുരിയർ അയക്കുന്നുണ്ട്, കുരിയർ ചെയ്യുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഇത് വിപണികളിലേക്ക് ഈ പഴങ്ങൾ കൊടുക്കുന്ന ഒരു രീതി? പഴം ഞാൻ വിപണിയിൽ കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പഴം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇവിടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് കുറെ UAE-ലേക്ക് കുറേ വേണം. എൻ്റെ എല്ലാ മക്കളും ചെറുമക്കളും എല്ലാവരും UAE ആണ്. അവർക്ക് നല്ല ഒരു ശതമാനം അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇപ്പോഴെന്നെ ഇതെല്ലാം പറിച്ചിട്ട് അങ്ങോട്ട് അയക്കാനേ പോകുന്നത്. മക്കളൊക്കെ ഭയങ്കര ആങ്കർ ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഭാര്യ എല്ലാവരും UAE-ലാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പഴങ്ങൾ അയക്കേണ്ടി വരുന്നുണ്ട് എനിക്ക്. അതൊക്കെ സെയിൽ ചെയ്യുന്നില്ല. അതുപോലെ ഇതുപോലെ വീട് വിസിറ്റ് വരുന്നവർക്ക് ഞാൻ ഇതൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്, ജ്യൂസായി കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന ഫീലാണ് എനിക്ക് വേണ്ടത്. അതിനാണ് ഞാൻ ഹാപ്പി ആകുന്നത്. ഇതിപ്പോ ഇതിന്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ്? വളപ്രയോഗം നമ്മുടെ നാടൻ വളപ്രയോഗം, ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് വളമൊന്നും ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നമ്മുടെ 19 അടിക്കുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നുണ്ട്. 19 അതിനനുസരിച്ച് എന്താ പറയുക, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ഇതിനൊന്നും അങ്ങനെ വേറെ സ്പ്രേ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഫംഗിസൈഡ് ചില ഫംഗിസൈഡ് അടിക്കുന്നുണ്ട്. മാസം ഒരു പ്രാവശ്യം ഫംഗിസൈഡ് എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കും. സാഫാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്.
ഇതാണ് ഒരു വെറൈറ്റിയിൽ സബ്രി. അതിൻ്റെ മുള്ളന് ഭയങ്കര ഷാർപ്പാണ്, അതിൻ്റെ സ്റ്റമ്പിന് ഡിഫറെൻ്റ് ഉണ്ട്. അതുപോലെ ഇതിന് ഒരു വൈറ്റ് പൗഡർ കവേർഡാണ്, മറ്റെന്താ ഒരു ഗ്രീൻ അല്ല, ഒരു വൈറ്റ് പൗഡറിന് കവർ ചെയ്തിട്ട് പോകുന്നുണ്ട് കണ്ടോ. പിന്നെ ഒരു വൈറ്റ് പൗഡർ കവർ ചെയ്തിട്ട് പോകുന്നത് അതിൻ്റെ സേഫ്റ്റിക്ക് ആയിരിക്കാം പോകുന്നുണ്ട്. ഇതാണ് സബ്രി. പിന്നെ നമ്മുടെ അടുത്തത് പിന്നെ ലേക്ക് ഇറ്റാലിയ. ഇതൊരു വെറൈറ്റി തന്നെയാണ്, ഇത് നല്ല പഴമാണ്. ലേക്ക് ഇറ്റാലിയ അതിൻ്റെ സ്റ്റമ്പും പ്രത്യേകത ഉണ്ട്, നല്ല സ്റ്റമ്പാണ്, നല്ല രസമുണ്ട്. ഇത് പഴം നല്ല രസമാണ്. നിറത്തില് എല്ലാം റെഡിൽ മീൻസ് ഇപ്പോൾ ഒന്ന് നല്ല ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, പിങ്ക്, റോസ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കളറിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. എല്ലാം റെഡ് വൈലറ്റ് ഇതിൽ പെട്ട തന്നെ. ഇത് നമ്മളെ സാധാരണ റോയൽ സാധനം ഇവിടെയൊക്കെ കിട്ടും, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് മെക്സിക്കൻ, ഇത് മെക്സിക്കൻ. ഇത് സ്പെയിൻ റെഡ്, ഇത് ബ്ലാക്ക് ആഫ്രിക്ക. ഇതിന്റെ സ്റ്റംപ് തന്നെ ഒരു ഡിഫറെന്റ് ആണ്, സ്ക്വയർ കട്ടിംഗ് ആണ്. ഇത് പഴം ഒരു ബ്ലാക്ക് ആണ്. ഇത് തിക്ക് കിങ്, ഒരു നല്ല രസം, നല്ല ഭയങ്കര ടേസ്റ്റുള്ള പഴമാണ് തിക്ക് കിങ്. അതിന്റെ സ്റ്റമ്പും വെറൈറ്റി ആണ്. ഇതിപ്പോ ഈ മുള്ളുള്ളത് കൊണ്ട് പക്ഷികൾ മാത്രം ഒന്നും തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കൂല, കാരണം ഒന്നും ഇത് ചെയ്യുന്നില്ല. കാരണം കാക്ക പോലും പഴം തിന്നാൻ വരുന്നൊന്നുമില്ല. ഇത് ഗൈൻഡ് ഗോൾഡ് ആണ്. ഇത് വൈറ്റ് ആണ്, ഫ്ലഷ് വൈറ്റ് ആണ്. ഇതിൻ്റെ കളർ ഗോൾഡാണ്, ചുവപ്പുമല്ല മഞ്ഞയും അല്ലാതൊരു കളറാണ് അതുള്ളത്. ഇത് നമ്മുടെ സാധാരണ മൊറോക്കൻ, നല്ല ഡാർക്ക് റെഡാണ്. അത് മലേഷ്യൻ. ഇത് സ്വീറ്റ് വൈറ്റ് ആണ്. ഇത് അതിൻ്റെ ഫ്ലഷ് വൈറ്റാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റ്. അതിൻ്റെ പേര് തന്നെ സ്വീറ്റ് വൈറ്റ് എന്നാണ്, അതിന് സഫയർ എന്നും പറയും. ഇതാണ് നമ്മുടെ അസുന്ദത്രി. അസുന്ദത്രി ഒരു വെറൈറ്റി, അതിൻ്റെ ഫ്ലവറേ ഡിഫറെൻറ്റ് ഫ്ലവറാണ്. അസുന്ദൻ്റെ അല്ലാതെ ഡിഫറെൻറ്റ് ഫ്ലവറാണ്, ഒരു ചോപ്പാണ് ഫ്ലവർ. മറ്റുള്ളതിൻ്റെ ഫ്ലവറൊക്കെ ഒരു മഞ്ഞ വൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെത് ഒരു വല്ലാതൊരു ഡാർക്ക് കളർ. പൊതുവെ നമ്മുടെ കേരളത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി കുറവാണ്. കണ്ണൂരുണ്ട്, അത്യാവശ്യം 1-2 ആൾക്കാർ ചെയ്യുന്നതായിട്ട് അറിയാം. ഇവിടെ ഇത്ര വെറൈറ്റികൾ, ഇതിപ്പോ എങ്ങനെയാ കൃഷിഭവന്റെ ഭാഗത്തുന്നത്? നമുക്ക് റഹ്മാൻ ഖാനെ ഞാൻ പരിചയപ്പെടുന്നത് ഇതുവരെ ഒരു ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായിട്ടാണ് റഹ്മാൻ ഖാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു 4-5 വെറൈറ്റിയും കുറച്ച് ചെടികളായിരുന്നു. അപ്പോൾ മറ്റ് ഒരുപാട് വിദേശ ഫ്രൂട്ട്സ് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ റഹ്മാൻ ഖാനെ കാണുമ്പോഴേക്കും എൻ്റെ കയ്യിൽ 30 വെറൈറ്റി, പിന്നെ 40 വെറൈറ്റി, ഇങ്ങനെ വെറൈറ്റീൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ റഹ്മാനിക്ക് ഈ ഒരു ആവശ്യമായിട്ട് പല സ്ഥലത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അതിനോടൊരു ക്രേസ് തോന്നി തുടങ്ങി. പിന്നീട് എനിക്കൊന്ന് വെറൈറ്റി ഒരു പരിധിക്കപ്പുറം നിന്നുണ്ട്. നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ 100 രൂപയൊക്കെയാണ് ഒരു ചെടി ഒരു തണ്ടിന് വരുന്നത്. പക്ഷെ അതൊക്കെ വിട്ടുകൊണ്ട് 1000, 2000, 3500 വരെ വരുന്ന അപൂർവ വെറൈറ്റികൾ പോലും കളക്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പുതിയൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയെ തന്നെ ആരംഭിച്ചു. കൃഷിഭവൻ്റെ സാങ്കേതിക സഹായം ഉണ്ടായിരുന്നു, SHMൻ്റെ ചെറിയൊരു സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നത് ഒരു എൻസൈക്ലോപീഡിയ ആയി കഴിഞ്ഞു. ഇതിനെക്കുറിച്ചിട്ട് ഞങ്ങൾക്കും അപ്പുറം കാര്യങ്ങൾ ഓരോ വെറൈറ്റീൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് പോലെ ചുവന്നത് മുതൽ കറുത്തത് വരെ, അല്ലെങ്കിൽ വെളുത്തത് മുതൽ കറുത്തത് വരെയുള്ള വെറൈറ്റികൾ, നല്ല പ്യുവർ വൈറ്റ് മുതൽ നമ്മുടെ ആഫ്രിക്കൻ ബ്ലാക്ക് വരെ, അല്ലെങ്കിൽ പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി കളറുകൾ തന്നെ വന്നു. പല ഷേപ്പ്, ഓവൽ ഷേപ്പായാലും റൗണ്ട് ഷേപ്പായാലും അങ്ങനെ ഷേപ്പിൽ ഡിഫറൻസ്, പോളിനേഷൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ സാധാരണ സെൽഫ് പോളിനേറ്റഡ് പ്ലാന്റ് ഉണ്ട്, അതേപോലെ ക്രോസ് പോളിനേറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കളക്ഷനാണ്. അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു മ്യൂസിയം ആയിട്ട് തന്നെ ഇതെടുക്കുക. കാരണം പഠിക്കുന്ന കുട്ടികൾക്കും കാണാൻ വരുന്നവർക്കും ഒരുപാട് വെറൈറ്റികളാണ്. നമുക്ക് മറ്റേ ലോക്കലിലൊക്കെ ഏത് കൃഷിക്കാരൻ ചെയ്യുമ്പോഴും 2-3 വെറൈറ്റി ചെയ്തുകൊണ്ട് ഒരു 1000കണക്കിന് ചെടി എഴുതുന്നുണ്ട്. അതിനപ്പുറം നമുക്ക് ഇടയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ വെറൈറ്റിയാണ്. 80ഓളം വെറൈറ്റി കേരളത്തിൽ വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു അപൂർവ നമ്മുടെ ശേഖരം തന്നെയാണ് വരുന്നത്. ഈ കൃഷിയും ഇതിന് പുറമെ ഇതിന് മുമ്പ് എന്തായിരുന്നു ശരിക്കും? ഇതിനു മുമ്പ് ഞാൻ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പ്രവാസി ജീവിതം മതിയാക്കി മീൻസ് ഞാൻ റിട്ടയർഡ് ആയിട്ട് വന്നാണ്. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് മതിയാക്കിയതല്ല. ഞാൻ ദുബായ് പോലീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്.
40 വർഷം എൻ്റെ സർവീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അവിടെ നമ്മൾക്ക് 40 വർഷം അല്ലെങ്കിൽ 60 years ഓൾഡ്. ഞാൻ രണ്ടും ക്രോസ് ചെയ്തിട്ട് റിട്ടയർഡ് ആയിട്ട് വന്നതാണ്. ഇപ്പോൾ 3 years പ്ലസ് കഴിഞ്ഞു ഇപ്പം നാട്ടിൽ വന്നിട്ട്. നാട്ടിൽ വന്നതിന് ശേഷമാണോ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. കൃഷികൾ വ്യത്യസ്തമായ പല കൃഷിയും ചെയ്യുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഞാൻ ഒരു വ്യത്യസ്തമായ കർഷകനാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ആരും അധികം അങ്ങനെ തിരഞ്ഞെടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി കുറച്ച് പഠിച്ചു. പിന്നെ കൃഷിനെ പറ്റി ഏകദേശം ഐഡിയ മീൻസ് ഞാൻ ഒരു കൃഷി കുടുംബത്തിൽപ്പെട്ടാണ്. ഇവിടെ അല്ല, ഞാൻ മണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചാണ്. ഞങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ കാലത്തെ എന്താ പറയുക നോസ്റ്റോളജി അതിലാണ് ഞാൻ പഴയ കാലം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വേറൊരു ഫീൽഡിലേക്ക് എനിക്ക് ഇറങ്ങാൻ അത്ര ധൈര്യമില്ല. കാരണം ഞങ്ങൾ പ്രവാസിയാണ്, നാടും വീടും കൂടുമായിട്ടൊന്നും വലിയ പരിചയങ്ങളില്ല. പക്ഷേ ഇവിടുത്തെ ജനങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ അങ്ങനെയാണ് ഞാൻ സാറിനെ തന്നെ പരിചയപ്പെടുന്നത്. സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ സാറിനെ പരിചയപ്പെട്ട്. പിന്നെ സാറിൻ്റെ കുറേ അഡ്വൈസറുകളൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വിപുലീകരിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു 5-6 ഇവിടെ പോയി കണ്ടു. തോട്ടത്തിൽ കൊല്ലം, തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, ഇങ്ങനെ 4-5 സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇതിനെ പറ്റി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മാത്രം തോട്ടങ്ങൾ പോയി വിസിറ്റ് ചെയ്ത് അതിനെപ്പറ്റി കണ്ട് പഠിച്ച് അതിനുശേഷം ഞാൻ കുറേ വെറൈറ്റി ആദ്യം കുറച്ച് വെച്ചു. പിന്നെ കുറേ കൂടെ വെറൈറ്റി വെക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇപ്പോൾ 80ഓളം വെറൈറ്റി എൻ്റെ ശേഖരത്തിലുണ്ട്. ഇത്ര എവിടെയും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മറ്റേ പാലക്കാട് ഇവിടെയൊക്കെ 70-60 ഉണ്ട്. പക്ഷെ 80 ആരും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ കൃഷി ചെയ്യണമെന്നൊരു ഒരു മുൻധാരണ ഉണ്ടായിരുന്നു? മുൻധാരണ ഞാൻ ഇവർക്ക് ആദ്യം തന്നെ ഞാൻ കുറെ ഈ വിസിറ്റ് ചെയ്ത് ഇവിടെ തോട്ടത്തിലൊക്കെ പിന്നെ കുറെ യൂട്യൂബിന്റെ അവരെടുക്കുന്ന നേടിയ അറിവാണ് എനിക്ക്. അവര് ഇത് തന്നെയായിട്ട് തോട്ടായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല, കണ്ണൂരും കോഴിക്കോട് അവിടെ ഒന്നും ഇല്ല. അങ്ങനെ അവിടെ പോയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചു. ഇതിപ്പോ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ മണ്ണിലല്ല ചെയ്തതാണോ? അല്ലല്ല, ഇത് സാധാ മണ്ണിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫുൾ പോട്ടി മിക്സ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. പോട്ടി മിക്സ് നമ്മുടെ ഇവിടെ കടകളിൽ നിന്ന് പോട്ടി മിക്സ് വാങ്ങിട്ട് ചെയ്യും. കാരണം ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ കടൽ സൈഡ് ആയതുകൊണ്ട് ഉപ്പ് നഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്നിട്ടില്ല. അതുകൊണ്ട് പോട്ടി മിക്സ് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ട്. ഈ മിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏകദേശം പോട്ടി മിക്സിൽ മണ്ണ് പൊടി, ചുവന്ന മണ്ണിന്റെ പൊടി, മണലുണ്ടാവും, പിന്നെ ചാണകപ്പൊടി ഉണ്ടാവും, ചകിരിച്ചോറുണ്ടാവും. ഇത് 4 പൊടി ഇട്ട്. ഇത് അപ്പൊ ഇതില് നമ്മളായിട്ട് ഇവിടെ ചെയ്യുന്നതല്ല, പാക്കറ്റ് നമ്മൾ സാമ്പത്തികമായി നല്ലൊരു ചെലവുള്ള പരിപാടിയല്ലേ ശരിക്കും? ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതിപ്പോ ഇതിന്റെ സീസൺ എങ്ങനെയാ? ഈ ഡ്രാഗൺ സീസൺ മാർച്ചിൽ ഇത് കായ്ക്കാൻ തുടങ്ങും മേഡം. എന്താണ് മൊട്ടിടാൻ തുടങ്ങും. മാർച്ച് മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ. ഇപ്പോൾ ഒക്ടോബർ വരെ പറിക്കാനുള്ള പഴം എൻ്റെ തോട്ടത്തിൽ ഇപ്പോഴുണ്ട്. നവംബറിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഇവിടെ ലൈറ്റ് സംവിധാനം ചെയ്തിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം ചെയ്തിട്ടുണ്ട് രാത്രിയിലേക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് വെളിച്ചം കൊണ്ട് പഴങ്ങൾ ഉണ്ടാവുന്നതാണ് യൂട്യൂബിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു പരീക്ഷണമായിട്ട് ഇപ്പോൾ നോക്കാനേ ഉള്ളൂ. എന്നാലും ഒക്ടോബർ നവംബർ വരെ എൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ പഴമുണ്ട്. വിൽപ്പനക്ക് തയ്യാറാക്കിയ സാധനങ്ങളാണ്. അതെ, അത് വിൽപ്പനക്കുള്ള സാധനം. ഇതിൽ ഒരു 25 വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട് സാർ. ഇതിൽ അത് മഞ്ഞയുണ്ട്, 3 ടൈപ്പ് ഉണ്ട്. ഇസ്രായേൽ എല്ലാം ഉണ്ട്, IS ആക്സി ഉണ്ട്, എക്വഡോർ പലോർ ഉണ്ട്. ഇത് 3 ഇതിൽ മഞ്ഞയിൽ പെടുന്നതാണ് സാർ എല്ലാം. പിന്നെ ചോപ്പിൻ്റെ നോർമലായിട്ടുള്ളത് റോയൽ, മെക്സിക്കൻ, മലേഷ്യൻ. അത് പിന്നെ വേറെ ഉള്ളത് കൗണ്ട് റോഡ്. ഇതൊക്കെ വെറൈറ്റിയാണ് സാർ. അതിൽ വ്യത്യസ്തമായ കൗണ്ട് റോഡ്, മൊറോക്കൻ,
വിയറ്റ്നാം കിങ്, വിയറ്റ്നാം, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് സാർ. സാധാരണ നമ്മളെപ്പോഴും കട്ടിങ്സ് മാത്രമാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് ഉള്ളത് എല്ലാ സമയത്ത് ഞാൻ കട്ടിങ് കൊടുക്കുന്നത് സാർ. കാരണം വേര് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ല. കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും. അത് കട്ടിങ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇന്ന് കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ റിപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെ സാർ കൊടുക്കുന്നത്. അവർക്ക് റിപ്ലേസ് ചെയ്തു. വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഈ പോട്ടിംഗ് മിക്സറിൽ വെച്ചു. അതെ പരീക്ഷണം നടത്തി അത് വിജയിച്ചിരുന്നു സാർ. പക്ഷെ അതിന് കുറേ വയ്ക്കുമ്പോൾ കുറേ ഗ്ലാസ്സുകൾ വേണ്ടി വരുന്നത്. അതിന് കുറേ മെനക്കേടുണ്ട്. കാരണം ഈ 2 ദിവസം കൂടെ വെള്ളം ഷിഫ്റ്റ് ചെയ്യണം. ഓരോ ഗ്ലാസ് നിങ്ങൾ 10-100 ഗ്ലാസ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാകുന്നില്ല. സക്സസ് ആവുന്നുണ്ട്. പക്ഷെ ഇതാകുമ്പോൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ എനിക്ക്. ഇതിന് 100 രൂപ മുതൽ ഇതിന് ഒരു 50 റുപ്പീസ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ പോട്ട് അടക്കം കൊടുക്കും, വേറെ ഉറപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ 50 റുപ്പീസ് എക്സ്ട്രാ വാങ്ങുന്നുണ്ട്. കാരണം ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. അതിന് പോട്ട് മിക്സും ആ പോട്ടും അതിൽ വയ്ക്കുന്ന വളങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട് സാർ. പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ വെറൈറ്റി അറിയുന്ന ആൾക്കാർ വന്നിട്ട് വാങ്ങിക്കുമ്പോൾ അവർക്ക് വെറൈറ്റി ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് അതിനെപ്പറ്റി വെറൈറ്റി വേണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവർക്ക് വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നോർമൽ വെറൈറ്റി 500 വരെ ഉള്ളൂ. കോസ്റ്റ്ലി ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല. എപ്പോൾ വന്നാലും ചമ്പ എപ്പോൾ വന്നാലും കിട്ടും. ഇതിലേതാണ് വേറെ വെച്ചത് അവർക്ക് വന്നിട്ട് എടുക്കാം, സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോവാം. നോ പ്രോബ്ലം. ഒരു കൃഷിയുടെ ഒരു ഇനത്തിൽ വ്യത്യസ്തമായ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന് പകരം ആ ഇനത്തിൻ്റെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വളരെ മനോഹരമായൊരു തോട്ടം ഒരുക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. മറ്റൊരു കർഷകൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.